അതായത് മറിയം 9 മാസം 10 ദിവസം ഉള്ളപ്പോൾ 9 മാസം 7 ദിവസം ഉണ്ടപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണിത്. ഗർഭിണിയല്ല, പൂർണ്ണ ഗർഭിണിയാണ്. ഇനി 72 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യണത്? ഇറ്റ് ഇസ് നോൺ സെൻസ്. ആർക്കും അറിയാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ലേഡിയോട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡിയോട് ലോകത്ത് ആരും ചെയ്യാൻ പറ്റാത്ത, ദൈവം ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം ചെയ്യണത്. ചില സമയത്ത് നമ്മളോട് ദൈവം ഒരു കാലത്തും നമ്മുടെ മാതാപിതാക്കന്മാർ പോലും ചെയ്യാത്ത നമ്മുടെ ശത്രുക്കൾ പോലും ചെയ്യാത്ത അപരാധങ്ങൾ ചെയ്തെന്ന് നമുക്ക് തോന്നണ ചില സമയമുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. വളരെ സീരിയസ് വിഷയമാണിത്. കാര്യം ഇവർക്കൊരു കുഴപ്പമില്ലാത്ത നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ഒരു 10 മാസം മുമ്പ് ഇവർ പ്രഗ്നൻ്റ് ആകണ മുമ്പ് മാലാഖ വന്ന് സ്തുതിയൊക്കെ പറഞ്ഞ ആളാണ് അല്ലേ? അവിടെ പറഞ്ഞ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു കുഴപ്പങ്ങളൊന്നുമുള്ള ആളല്ല, കൃപ നിറഞ്ഞ ആളാണ്. അപ്പം കൃപ നിറഞ്ഞ ആളായിട്ടും ഇവരോട് ഈ ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല. കന്യാമ്മയുടെ കൂടെ മര്യാദക്ക് ആ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി ഉള്ള കുഴമ്പും എണ്ണയും തുണിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിരിക്കണം. ഈ സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് ഇവർ ലിഫ്റ്റ് ചെയ്ത് കളയും. ഈ ലിഫ്റ്റിങ് ഏത് സമയത്തും ഉണ്ടാകാം. അതായത് ഞാനിതൊക്കെ അമ്മയ്ക്ക് തന്നെ പഠിച്ചത്. ഇവർ ഷിഫ്റ്റിങ് വരുമ്പോൾ, ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച 2 നിലപാടുകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഗ്രേസുമായിട്ട് ഫ്രണ്ടിലാണെന്ന് പറയണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ പോക്കുവരവുകളോട് ഒരു വളരെ ഫ്രട്ടൈൻ ആയിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കേണ്ടി വരും. അല്ലാതെ മോന്തം കയറ്റി പ്രാർത്ഥനയില്ല, ഭക്ഷണവും ഇല്ല, ഞാനിനി ഒരു ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കട്ടില്ല, എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ച് ഞാൻ അവസാനം ഈ പരുവത്തിലായി, ഇങ്ങനെയുള്ള ചീപ്പ് ഡയലോഗൊന്നും അടിക്കാതെ മര്യാദക്ക് ആഴമുള്ള വിശ്വാസിയെപ്പോലെ ദൈവദിവസനെ വ്യാപരിക്കണം. അങ്ങനെ നീ വ്യാപരിക്കുന്ന വരെ ഷിഫ്റ്റിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ കണ്ടില്ലേ, അമ്മ ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയേ, ഞാൻ തന്നെ ഓർത്തിട്ട് ആത്മരോഷം കൊണ്ടിട്ടുണ്ട്. ഈ വയറും വലിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് ഇവരെ കൊണ്ടുപോയി. ഇവർ നസ്രത്തിൽ താമസിക്കുകയാണ്. ഞാൻ ആ വഴി വണ്ടി പോയ ആളാണ്. എന്നിട്ട് ഏതാണ്ട് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ച് ഈ ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലെത്തിയത്. അത് വണ്ടി പോയിട്ടാണ്. നല്ല ഒന്നാമത് ഇസ്രായേൽ റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻ്റർനാഷണൽ റോഡാണ്. ചുമ്മാ പറപ്പിച്ചൂടെ പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ അമ്മ താമസിച്ച സ്ഥലത്ത് വരുമ്പോൾ 4 മണിക്കൂർ ഓട്ടോ പറ്റിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കൂടി ഒറ്റക്ക് പോയിരിക്കുന്നതാണ്. നടന്ന് ഈ അസപിതാവുമായിട്ട് ഈ ഉയർത്ത വയറുമായിട്ടാണ് ബെത്ലഹേമിലേക്ക് പോണത്. എന്തിനാണ് ആ കനേഷ്മാർ വേണമെങ്കിൽ നീട്ടി വെക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പ്രസവത്തിന് നേരത്തെ ഒരു 6 മാസം മുമ്പ് വെക്കാൻ വരുന്നത്. ദൈവത്തിന് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? അപ്പോൾ സഹായിക്കത്തില്ല. അത് നീ ദൈവത്തോട് ഇടിവെക്കാൻ നോക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് അമ്മ തന്നൊരു വഴിയുണ്ട്. എന്താണ്? 2 സമയത്ത് ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ അമ്മ ബോധപൂർവ്വം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം നിങ്ങൾ പറയും, എത്ര പേര് എന്നേക്കാൾ മോശമായിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലി കിട്ടിപ്പോയില്ല, എന്നേക്കാൾ നേരത്തെ എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് നാണമാണിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ. കാര്യം എന്നേക്കാൾ താമസിച്ച് കല്യാണം കഴിച്ച 3 കൊല്ലം താമസിച്ച് കല്യാണം കഴിച്ചവർക്കൊക്കെ ഇപ്പോൾ 2 പിള്ളേരായി. അപ്പോൾ അവരൊക്കെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? നിനക്ക് എപ്പോഴെങ്കിലും നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചോദിക്കെങ്കിലും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. അതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് പറയണം. കാര്യം അമ്മ ഈ കാലഘട്ടം, ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിലെ കാര്യം നമുക്കറിയാം. ഗ്രേസ് നമുക്കറിയാം. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണേ, അതായത് ദൈവം എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്തൊരു ദൈവമാണ്. സത്യദൈവമാണെങ്കിൽ ഒന്നും മുതലാകാത്ത ആളായിരിക്കും. ഇപ്പോൾ ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഈശോയെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഷയമുണ്ട്. അത് ആദ്യത്തെ വചനം നോക്കണം. എന്താ ആദ്യത്തെ വചനം? എന്താണ് പറയണത്? അതായത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമ്മൾ ലൂക്ക 1:28 വായിക്കുന്നുണ്ട്. കൃപ. അപ്പം പക്ഷേ ഈ കൃപ നിറഞ്ഞത് കൊണ്ട് മാത്രം നിൻ്റെ ദൈവം ഹാപ്പിയല്ല. എന്താ കാര്യം? നിങ്ങളുടെ അപ്പൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ PDC പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ അപ്പന് താല്പര്യം ഉണ്ടാകത്തില്ല.
ചിലപ്പം അതാണ് പ്രശ്നം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് പറയത്തില്ലേ ബൈബിളിൽ? കർത്താവ് പറഞ്ഞ വാക്കല്ലേ 1:5-48. അതായത് പരിപൂർണതയിലേക്കുള്ള വഴികളിൽ കോംപ്രമൈസ് ഇല്ലാത്ത പഠനങ്ങൾ ദൈവപൈതലിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ വൃത്തിയും വിനയമുള്ള ദൈവപൈതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കീപ് ക്വയറ്റ്. അമ്മ എന്താ പറഞ്ഞത്? 2:19, 2:52 വലിയ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നെന്നാണ് പറയണത് അല്ലേ? അപ്പം ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ മിണ്ടാണ്ടിരിക്കണം. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു കുഞ്ഞിനൊക്കെ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതിനിപ്പോൾ മലദൂരവും ഇല്ല. അപ്പോൾ എത്രയോ പേരെ ഇവിടെ വന്നെന്നറിയാവോ? അപ്പോൾ ഞാൻ അങ്ങനെ 2 കേസ് ഈ ആഴ്ചയിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അനുഭവങ്ങളെയാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ എന്ത് സംഭവിക്കാം. പണ്ട് ഞാൻ എൻ്റെ ഇടവകയിൽ പള്ളിത്തോട്ടിരിക്കുന്ന കാലത്ത് ഞാൻ 2 ആഴ്ച ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ചേടത്തി വന്ന് എന്നെ തല്ലാൻ പോണ പോലെ പറഞ്ഞ് ഇത് എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചു. അന്ന് ഞാൻ കൊച്ചച്ഛനാണ്. എന്നോട് അധികാരമായിട്ട് ചോദിക്കാനുള്ള സ്നേഹം അവർക്കുണ്ട്. കാര്യം വെച്ചാൽ അവർ 3-4 പ്രാവശ്യം എൻ്റെ മേടെ തിരക്കി വന്നിട്ട് കണ്ടില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉറ്റ ബന്ധു മരിച്ചുപോയി. അപ്പോൾ ഭർത്താവിൻ്റെ ഇപ്പം അത് കൃത്യമായിട്ട് 93 കേസാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഓർത്തു പോയത് കൊണ്ട് പറയുകയാണ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ചു, അതാ പ്രശ്നം. അത് നേരത്തെ മരിച്ചു, ഇപ്പം മരിച്ചതല്ല. ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ ഭർത്താവ് മരിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതൊക്കെ മുമ്പ് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് ചിറ്റപ്പനാണ് പണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ്റെ അനിയന് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് ഈ മകളെ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ ഡിസോൺ ചെയ്ത് അപ്പോഴും മകളിപ്പോൾ കെട്ടി വീട്ടിലും വന്ന് നിൽക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അന്ന് എൻ്റെ അടുത്ത് വന്നതാണ് 93. ഏത് കാലഘട്ടമാണ്? മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് അമ്മ മാതാവ് പ്രത്യക്ഷ. ഇപ്പം എനിക്ക് ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുക എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇവർ ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ ഞാൻ ഇവരുടെ ബൈബിളെ കൈ വെച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചൊല്ലി. അന്ന് ഞാൻ പറഞ്ഞു 2 നമ്പർ പറയാൻ പറഞ്ഞു. അവർ 2 നമ്പരൊക്കെ പറഞ്ഞ് ഈശോ എന്നാ പറഞ്ഞു നോക്കണ്ടേ, ഇവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, മാനുഷികമായിട്ട് സംസാരിക്കുന്ന വിഷയമല്ല. അപ്പോഴേ ഈശോ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അക്കാലങ്ങളിൽ സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിപതിക്കും, അപ്പം മനുഷ്യപുത്രൻ വരുമെന്ന്. ഞാൻ പറഞ്ഞ് സൂര്യൻ തണുത്തുപോയി, ഭർത്താവ് മരിച്ചു, ചന്ദ്രൻ പ്രകാശം തരുന്നില്ല, ചിറ്റപ്പൻ ഹെൽപ്പ് ചെയ്യാത്തൊരു മൂഡിലാവുന്നിരിക്കും, നക്ഷത്രങ്ങൾ നിപതിക്കുന്നു, മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇപ്പോൾ അടുത്ത വരി എന്താണ്? അന്നേരം മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞോടുകൂടി ഇതിങ്ങനെ പറയുമ്പോൾ അഭിഷേകം ഉണ്ടാകത്തില്ല. പക്ഷേ ആ സമയത്ത് എനിക്കും അഭിഷേകം വന്ന് അവർക്കും അഭിഷേകം വന്നു. ഇനി ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞു. അവരിനി പറഞ്ഞു ഇനി അച്ഛനൊന്നും പറയേണ്ടെന്ന് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, അതെൻ്റെ ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നതെന്ന് ഉള്ള ബോധ്യം ആ ചേർത്തിക്കൊണ്ടായ പോലെ അതിനേക്കാൾ വലിയ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ അയ്യോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവരെല്ലാം കരകയറി പോയില്ല, ഞാനാണല്ലോ ഇങ്ങനെ കിടക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ട് എഗ്രിമെൻറ്റിലുള്ള ജീവിതമാണ്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ച് കാണും ചിലപ്പോഴേ. അത് നിങ്ങളുടെ ബുദ്ധി മോശം കൊണ്ടോ നല്ല ചിന്ത കൊണ്ട് തൽക്കാലത്തെ കൊണ്ട് ഇടപാടുകളാകാം. പക്ഷേ ചിലപ്പോഴേ ഷിഫ്റ്റിംഗ് വന്നെന്ന് വരാം. ഓരോരോ വിഷയങ്ങൾക്ക് ഷിഫ്റ്റിംഗ് വരും. ഷിഫ്റ്റിംഗ് വരുമ്പോൾ ബഹളം ഉണ്ടാക്കരുത്, മിണ്ടാണ്ടിരിക്കണം. ജോലിയാകും, ചിലപ്പോൾ പിരിച്ചു വിട്ടെന്ന് വരും. ജോലി ചിലപ്പോൾ പിരിച്ചു വിടും. ഒരു ഷിഫ്റ്റിംഗാണ് ഇതിനകത്തുള്ള. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കൃപ നിറഞ്ഞവളെ സ്വസ്തി ലൂക്ക 1:28. പക്ഷെ അതുകൊണ്ട് നിൻ്റെ ദൈവം നീ കുറച്ച് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, നിങ്ങൾ
ദൈവത്തോട് അടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? IELTS പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, ബെസ്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമാണ്, പ്രൊമോഷൻ കിട്ടാനും PR കിട്ടാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. ഇവൻ ക്രൂശിക്കപ്പെട്ടതും അവൻ്റെ രക്തം ഭൂമി വീണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയിലേക്ക് നിനക്ക് കെട്ടിയെടുക്കണമെങ്കിൽ നിനക്ക് ഗ്രേസ് വേണം. ഗ്രേസ് ഉണ്ടായാൽ മാത്രം പോരാ. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, ഒരു പ്രൊവിഷനുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് മാതാവ് ഇപ്പം നമ്മൾ ലൂക്കാ 1:28 കൃപ നിറഞ്ഞവളെ സ്വസ്തി, അമ്മ കൃപ നിറഞ്ഞതാണ്. അതുകൊണ്ട് അത് ലാസ്റ്റ് വാക്കല്ല. ഇപ്പം നമ്മളൊരു ഡിഗ്രി എടുത്തു, അത് വിദ്യാഭ്യാസത്തിൻ്റെ ലാസ്റ്റ് വാക്കല്ലല്ലോ, പിന്നെ കിടക്കുന്ന PhDയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുപോലെ ദൈവം നിന്നെ വളരാൻ പറ്റുമെന്നെങ്കിൽ, കൃപയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യണത് നമുക്ക് ചില സമയത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം ഈ 1:16 യോഹന്നാൻ 1:16 എന്താണ്? ഇപ്പം അവൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോഴേ ദൈവം കണ്ണുവെക്കണം എവിടെയാണ്? നമ്മുടെ കൃപ, ഗ്രേസ് അപ്പോഴും ഗ്രേസാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ എവിടെയാണ്? ഞാൻ കോയമ്പത്തൂർ ഹോട്ടലിൽ താമസിക്കുകയില്ല. അവിടെ അങ്ങനെ ആളൊന്നുമില്ല. കോവിഡായിട്ട് ക്വാറൻറ്റൈനിൽ പോയതാണ്. 1 മാസം ഞാൻ കോവിഡായി കിടക്കരുത്. എത്ര ഒരു 3 പ്രാവശ്യം ഇതിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോസിറ്റീവ്. 1 മാസം മൊത്തം പോസിറ്റീവ്. എന്നുവെച്ചാൽ ക്രിസ്മസ് കാലം മുഴുവനും പോസിറ്റീവ്. അതായത് ഒരു ഇത് വർഷം മുതൽ ഡിസംബറിൽ 6-ാം തീയതി അവിടെ പോയി അഡ്മിറ്റായിട്ട് ഞാൻ പിന്നെ നെഗറ്റീവ് ആകണത് ഡിസംബർ 30-ാം തീയതിയാണ്. നോക്കി ഈ കാലം എന്ത് ചെയ്യായിരുന്നു ഞാൻ? ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലിയിരിക്കുന്നത് ആ ഒരു ടൈമിലാണ്. ഒരു ദിവസം 26, 27, 30, 35 വരെ 35 ജപമാല വരെ ഒരു ദിവസം ചെല്ലുന്നുണ്ട് കോവിഡ്. എന്നെ സംബന്ധിച്ചുള്ള ഷിഫ്റ്റിംഗ് ടൈമാണിത്. എനിക്ക് ഈ കാര്യം അറിയാം. കാര്യം ഇത് കൃപ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ശാന്തരായിട്ട് പ്രെയർ ചെയ്യേണ്ടത്, അല്ലാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അറിയുകയല്ല. എനിക്ക് എവിടെ നിന്നാണ് കോവിഡ് കിട്ടിയത്? ഞാൻ ഇവിടുന്ന് കിട്ടിയാണ്. എനിക്കറിയാമായിരുന്നു പണി കിട്ടാൻ പോകേണ്ടത്. കാര്യം അന്ന് ഭയങ്കര ഇടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കിട്ടിയതാണ് ശരിക്കും. അപ്പോൾ എനിക്ക് വേണേൽ കർത്താവിനെ പറയുന്നത്, കർത്താവ് ഞാൻ നിൻ്റെ ജോലി എന്ന് ചെയ്ത് നിൻ്റെ ആൾക്കാരെ നിൽക്കുമ്പോൾ നീ എൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? ഞാൻ മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഫോളോ ചെയ്യണം ഇവരെയാണ്. എന്താണ്? ഹൃദയത്തെ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:19, 2:52. ഒരു സമയത്തും ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുതെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഷിഫ്റ്റിംഗ് ടൈമിലും സ്പേസിലുമാണ് ഷിഫ്റ്റിംഗ് വരാൻ പോണത്. അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഗ്രേസ് അപ്ലോഡിങ് ടൈമാണ്. നമ്മൾ മോന്ത കയറ്റുകയോ ദൈവത്തോട് ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം സന്തോഷത്തോടെ ദൈവത്തോട് പെരുമാറണം എല്ലാ മേഖലകളിലും. കാര്യം കൃപ എപ്പോഴും വരുന്നത് ആ ഒരു കാലാവസ്ഥയിലായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ കാലാവസ്ഥകൾ നൽകുന്നു. അതല്ലേ ബൈബിൾ പറയണത്? കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയും ചെയ്ത് എന്തിനാണ്? ഇതൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനാണ്. അല്ലാതെ നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ പരീക്ഷ പാസ്സാക്കാൻ വേണ്ടിയല്ല, സ്വന്തം അനുഭവത്തിലൂടെ വസ്തു വിറ്റ് മാറ്റാൻ വേണ്ടിയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 17:27 നടപടി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. അപ്പോസ്തല പുസ്തകം 17:26-27 വായിച്ചോളൂ. അവർക്ക് വിഭിന്ന കാലങ്ങളും പറഞ്ഞേ, അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. അപ്പൊ ദൈവം അകലെയാണെന്ന് പറഞ്ഞേക്കരുത്.
മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഒരു പ്രശ്നം അതാണല്ല, കർത്താവിൻ്റെ പ്രാർത്ഥന പോലും കേൾക്കണില്ലെന്നല്ലേ. ഒരിക്കലും പറയരുത്. കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ശരിക്കും, ഞാൻ ഇപ്പോൾ 63 സങ്കീർത്തനം പറയത്തില്ലേ, 12 വാക്യം, അവിടുന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടെന്ന്. അങ്ങനെയാണ് വചനം കേൾക്കേണ്ടത്. ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. പറഞ്ഞേ, ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. അതാണ് ശക്തി ദൈവത്തിൻ്റെതാണ്. അതായത് ഒരു പ്രാവശ്യം ദൈവവചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം കേട്ടതുപോലെ അതിനോട് നമ്മൾ വിശ്വാസവും അതുപോലെ തന്നെ പ്രത്യാശയും സ്നേഹവും നിറച്ചിട്ട് ആ വചനം അനുവർത്തിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ വസിക്കുകയാണ് ചെയ്യണത്. ഇപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇല്ലേ? അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത്. ഇപ്പോൾ 15:7 പോലെ പ്രധാനപ്പെട്ടതാണ് 14:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 14:23 യോഹന്നാന്റെ സുവിശേഷം. ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ്? അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുകയല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? 2 തിമോത്തി 1:14 ചെയ്യുന്നവരെ അവിടുത്തെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് അവിടുത്തോടെ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ്. അപ്പോൾ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം നമ്മൾ കർത്താവിൻ്റെ നാമം ചെയ്യണതിന് എന്ത് ചെയ്യണം? അത് യേശുവിനെ, രോഗികളായാലും ശരി, അത് യേശുവായിട്ട് കണ്ടിട്ട് വേണം നമ്മളെ സ്നേഹത്തോടെ കാണുന്നതിനുള്ള അടിസ്ഥാനം അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? 14:21 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിവർത്തിക്കുകയും ചെയ്താൽ എന്ത് ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കും. കവനൻ്റെ അതാണ്. അവൻ പറയണ പോലെ ചെയ്യണം. പക്ഷേ എങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. ചെയ്യുമ്പോഴും സംഭവിക്കും, കർത്താവിൻ്റെ വസിപ്പുണ്ടാകും. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കൂടെ വസിക്കുന്ന ദൈവം, കവനൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഇനി പുതുക്കണം അച്ഛാ. ഞാൻ പറഞ്ഞ പുതുക്കാതിരിക്കണമെന്നല്ല പ്രശ്നം. കർത്താവിൻ്റെ സാന്നിധ്യം കളയരുതെന്ന് പറയും. കർത്താവിൻ്റെ സാന്നിധ്യം കളയരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാന്നിധ്യത്തിലേക്ക് വരാൻ നല്ല പാടാണ്. കാര്യം നമ്മളതിൻ്റെ പ്രീറിക്വസിസ്റ്റുകളെല്ലാം, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നിയമപരമായ കാര്യങ്ങൾ, വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണില്ലേ? 10:26 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:26, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് ചോദിക്കുന്നത് എന്താണ്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു. പക്ഷെ വേറൊരു പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു, അതാണ് പ്രശ്നം. വചനത്തിൽ എന്ത് എഴുതണമല്ല പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു. അപ്പോൾ പറയും, എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഓക്കെ, നീ അത് പോയി ചെയ്തോ. അപ്പോഴവനൊരു സംശയം, എന്താ കാര്യം? ആരാണ് എൻ്റെ അയൽക്കാരൻ? കാര്യം വചനത്തിൽ എന്ത് എഴുതിയാലും പുള്ളിക്കാരൻ്റെ രീതിയിൽ അത് വായിച്ചിരിക്കണത്, ദൈവത്തിൻ്റെ രീതിയിൽ അത് വായിക്കണം. അപ്പോഴത് ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അയൽക്കാരൻ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിയമത്തിൽ എന്ത് എഴുതിയാലും 10:26 വായിച്ചോളൂ. ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികടെ 10:26 നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? അത് രണ്ടും രണ്ട് വിഷയമാണ്.
നിയമത്തിൽ എന്തെഴുതിയാലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളത് വായിക്കുന്നെങ്കിൽ അതിന് പ്രത്യേക അഭിഷേകം വേണം. എന്താ ഞാൻ പറയണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14:23 ലിങ്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ലിങ്ക് ചെയ്യണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ എന്ത് പറ്റും? ഞാൻ വന്ന് നിങ്ങൾ വസിക്കും. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന ചെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവൻ പറയണ പോലെ സാങ്കേതികമായി ചെയ്തതല്ല. ദാറ്റ് ഈസ് ഫങ്ഷൻ. വി നീഡ് മിഷൻ. വ്യത്യാസമുണ്ട്.